ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ് മടിച്ചു നിൽക്കുകയാണെങ്കിലും പിന്നെ അത്രയധികം ദിവസമൊന്നും അത് നീണ്ടുപോകുമെന്ന് കരുതുന്നില്ല. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അന്താരാഷ്ട്ര രംഗത്ത് അവർക്ക് പിന്തുണയൊന്നുമില്ല. അവരുടെ എല്ലാവിധ ആശ്രയങ്ങളും കെട്ടുപോയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ജനങ്ങൾ തന്നെ, ഗാസയിലെ ജനങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് പോലും സന്ദേഹമുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ കൃത്യമായ ചിത്രം. പുറത്തൊന്നും അറിയില്ല. കാരണം ആളുകൾ നിഷ്കരുണം കൊല്ലപ്പെടുന്നു, കെട്ടിടങ്ങളെല്ലാം തകർന്നടിയുന്നു, ഗാസ തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിന്നെ ഇത് ആയുധം വെച്ച് കീഴടങ്ങി അല്ലാതെ മറ്റൊരു മാർഗം അവർക്കുണ്ട് എന്ന് തോന്നുന്നില്ല. പടയുള്ളത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ അവർ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇവരെ വെറുതെ വിടുമോ? ഇപ്പോൾ ഇവർ ഈജിപ്തിലേക്കോ അല്ലെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ കൂടി അവർ പോകുന്ന വഴിക്ക് തന്നെ എന്ത് സുരക്ഷിതത്വമാണ് അവർക്കുള്ളത്? ഇസ്രായേൽ പിന്നെ അവരെ പിന്നെ പുറകെ ചെന്ന് തട്ടിക്കളയില്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരുപക്ഷെ അമേരിക്കയൊക്കെ അതിനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കുമെന്ന് നമുക്ക് കരുതാം. എങ്ങനെയായാലും ഒരു യുദ്ധം അവസാനിക്കാനുള്ള ഒരു സൂചനയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് പിന്നെ പ്രസിഡന്റ് ട്രംപ് ഏതായാലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ സംഭവിക്കാൻ പോകുമെന്ന് അറിഞ്ഞുകൂടെ. ഗാസ മുഴുവൻ ചുട്ട് തകർത്ത് കളയും. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇസ്രായേലും എല്ലാം തകർത്ത് കളയുന്ന ഒരവസ്ഥ വരും. മനുഷ്യൻ്റെ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും എത്രയൊക്കെയോ ഇപ്പം തന്നെ മനുഷ്യരാശി ഇതെല്ലാം കണ്ട് ചെകിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇനിയും അത് തന്നെയാണ് ഉണ്ടാകാൻ പോവുക ഇവർ മടിച്ചു നിന്നാൽ. അപ്പോൾ അതുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഗാസ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? നമ്മളിപ്പോൾ എല്ലാവരും പൊങ്ങച്ചതിൽ പറയും ഇസ്രായേലാണ് വിജയിച്ചത്. ശരിയാണ്, ഇസ്രായേലാണ് വിജയിച്ചത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ. പക്ഷേ ഗാസ യുദ്ധത്തിൽ അവരെ എന്താഗ്രഹിച്ചോ, ഹമാസ് എന്താഗ്രഹിച്ചോ അതെല്ലാം അവർ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ എന്താ ഈ പല രാജ്യങ്ങളും ഏതാണ്ട് 100-150 രാജ്യങ്ങളോളം പലസ്തീൻ ഒരു രാജ്യമുണ്ടാവണമെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. അത് ഫ്രാൻസും ബ്രിട്ടനും പിന്നെ ജർമ്മനിയും ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞു, കാനഡയും ഒക്കെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അമേരിക്ക ഒഴിച്ച് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അത് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്വതന്ത്ര പലസ്തീൻ ഉണ്ടാവണം, പിന്നെ ഇസ്രായേലിനോട് തൊട്ട് മറ്റൊരു രാജ്യം കൂടി ഉണ്ടാവണം. അപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതിന് പിന്നെ അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പ്രധാന കാരണം അദ്ദേഹം പറയുന്നത് തൊട്ടടുത്ത് ഒരു രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് തന്നെ പിന്നെയും ആവർത്തിക്കും. അവർ ആയുധങ്ങൾ ഉണ്ടാക്കും, അടിയിൽ കൂടെ ഭൂമിക്കടിയിൽ കൂടെ പിന്നെ ഗർത്തങ്ങളും ഗുഹകളും എല്ലാം ഉണ്ടാക്കി പിന്നെ വീണ്ടും യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടും. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്തായാലും ആ രാജ്യം ആയുധങ്ങളൊന്നും ഇല്ലാത്ത സ്വിറ്റ്സർലൻഡൊക്കെ പോലുള്ള ഒരു മര്യാദയുള്ളൊരു രാജ്യമായി തീർന്നാൽ ഈ പ്രശ്നം വരില്ല. അതാദ്യമേ ഈ ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇസ്രായേലികൾ ശത്രുക്കളാണ്, അവരെ പോയി കൊല്ലണം, അത് നമ്മുടെ ദൗത്യമാണ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ആ ചെറുപ്പം മുതലേ അത് പഠിക്കുക. അതിനുവേണ്ടി അവരെ ഒന്നിൽ കൊല്ലുക അല്ലെങ്കിൽ നമ്മൾ കൊല്ലപ്പെടുക, അതൊരു വലിയ വീരകൃത്യമായിട്ട്, അതൊരു മതപരമായ ഒരു കാര്യമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട്, ഇന്നത്തെ കാലത്ത് ഒരു ആധുനിക മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പ്രശ്നം തന്നെ. എന്നും പ്രശ്നമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ആളുകൾ ഇത്രയും 60,000 പേരൊക്കെ മരിക്കുകയും കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴുകയും ഒരുപാട് പിന്നെ ദുരിതങ്ങളിലൂടെ ഗാസ ജനത കടന്നു പോവുകയും ചെയ്തെങ്കിലും ഇത്രയും രാജ്യങ്ങളുടെ പിന്തുണ സ്വതന്ത്ര പാലസ്തീന് കിട്ടി. അങ്ങനെ ഒരു സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു. അതിൻ്റെ രൂപഘടന എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ കൂടി പിന്നെ അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനോടുള്ള വിരോധം കൂടി. നമുക്കറിയാം ഈ കാരണം ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇതിന് പോയതെന്ന് നമുക്കറിയാം. ഇപ്പോൾ പഹൽഗാമിൽ 26 പേരെ കൊന്നപ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വന്നു, നമ്മൾ പോയി പാകിസ്ഥാനെ ആക്രമിച്ചു. അപ്പം എന്ന് മാത്രമല്ല, ഇപ്പം നമ്മുടെ സിന്ധു നദീതലം ആ കരാറ് പിന്നെ പാലിക്കുന്നുമില്ല. അതായത് അവർക്ക് ആ ജലം കിട്ടുന്ന ആ കരാറ് നമ്മൾ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് 26 പേര് മരിച്ചത്. നേരെ മറിച്ച് ഇവിടെ ഇസ്രായേലിൽ പോയിട്ട് 1200 പേരെ കൊന്ന് 300 പേരെ പിടിച്ചോണ്ട് വന്നു. അതിൽ കുറേ പേരെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇസ്രായേൽ ഈ ചെയ്തതിലൊന്നും അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം സ്വരാജ് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ഇവരുടെ സ്ഥലം ആക്രമിച്ച് കീഴടക്കിയതാണ്, അതുകൊണ്ട് ഏത് സമയത്തും ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അവിടെ പോയി ആക്രമിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹം പറയുന്ന ന്യായീകരണം. ഇസ്രായേൽ ഇവരുടെ സ്ഥലം കീഴടക്കി അവരെ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് അത് ഈ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്, ചരിത്രപരമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അതങ്ങനെ പിന്നെ വളരെ വർഷങ്ങളായിട്ട് നടന്ന ഒരു കാര്യം. അതിന് ജസ്റ്റിസുണ്ട്, ഇൻജസ്റ്റിസുണ്ട്. ഇനി അതിന് പരിഹാരം കാണുകയും ഇനി സഹവർത്തിത്വത്തിൽ ഒത്തുചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം ലോകാവസാനം വരെ യുദ്ധം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണ് ഖേദകരമായിട്ടുള്ളൊരു കാര്യം. അവിടെ ഇസ്രായേൽ ഒരു ഇത്തിരി പോകുന്നൊരു രാജ്യമാണ്. അവരിൽ നല്ലൊരു പങ്ക് അമേരിക്കൻ പൗരന്മാരുമാണ്. എനിക്ക് തോന്നുന്നു നെതന്യാഹു പോലും
അമേരിക്കൻ പൗരൻ കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്യുവൽ സിറ്റിസൺ. പിന്നെ ഈ നമ്മുടെ ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പ്രവാസി ഇന്ത്യക്കാരൊക്കെ ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്നില്ല എന്ന്. ഇന്ത്യ ഈ പ്രവാസികൾക്ക് ആദ്യം NRI സ്റ്റാറ്റസ് കൊടുത്തു, പിന്നെ അത് ഫോറിനേഴ്സിൻ്റെ സ്റ്റാറ്റസായി. നേരെമറിച്ച് ഈ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? അവർ ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ് കൊടുക്കുന്നത് അമേരിക്കയിലുള്ള. പിന്നെ അവരുടെ പിന്നെ യഹൂദരാണെങ്കിൽ അവിടെയും കിട്ടും പിന്നെ സിറ്റിസൺഷിപ്പ്, ഇവിടെയും കിട്ടും. നമ്മൾ ആ സിറ്റിസൺഷിപ്പോ അല്ലെ ആനുകൂല്യങ്ങളോ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും പിന്നെ ഈ ചർച്ചയിൽ പലരും അത് എടുത്തു കാണിക്കുകയും ചെയ്തു. എന്തായാലും ഈ പ്രശ്നമൊന്ന് തീരണം. നമ്മൾ ഈ കണ്ണുനീര് കണ്ട് നമ്മളും പിന്നെ വലഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുന്നതിൽ ഒരു സുഖവും പിന്നെ അല്ലെങ്കിൽ അതുപോലെയുള്ള മനുഷ്യരൊക്കെ പിടിച്ച് ബാക്കി ആർക്കും ഒരു സുഖവും തോന്നേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഗാസയിൽ ജനങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ അവിടെ കിടക്കട്ടെ, ആകപ്പാടെ ഒരു ഇത്തിരി പോകുന്ന ഒരു രാജ്യം, അവരും അവിടെ ജീവിച്ചു പോട്ടെ, അവരുമായിട്ട് ഒത്തുപോകാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന പിന്നെ വംശീയവാദവും വർഗീയവാദവും ഒക്കെ പറയുന്നതിന് പകരം അവരും അവിടെ കഴിഞ്ഞു പോകട്ടെ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ അങ്ങനെ സ്ഥിരമായ ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം താൽക്കാലികമായൊരു വെടിനിർത്തലോ അല്ലെങ്കിൽ താൽക്കാലികമായ പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാലും 25-30 വർഷം കഴിയുമ്പോൾ പുതിയ തലമുറ വരും, പുതിയതായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ആളുകൾ വരും, കൊല്ലാനായിട്ട് ഇസ്രായേലികൾ തയ്യാറായിട്ട് നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മനുഷ്യരാശിക്ക് തന്നെ അപമാനകരമാണ്. അതിനൊരു സ്ഥിരമായൊരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്.